നിങ്ങൾ വലിക്കുന്നു? ഇതൊക്കെ വലിക്കാനുള്ള പ്രായമാണോ നിങ്ങൾക്ക്? ഒരെടുക്കുന്ന അച്ഛൻ മണ്ടനാ. അത് ശരിയാ. നിന്റെ അറിയാം. അതിന് രണ്ടെണ്ണം കൂടി 24 മണിക്കൂർ എന്നെ പൊട്ടാൻ തുടങ്ങി. സേതു നിങ്ങൾ എന്തേ കല്യാണം കഴിക്കാത്ത? ആ, ആർക്കറിയാം. ഒരു തവണ എല്ലാം ശരിയായതാ. അറേഞ്ചഡായിരുന്നു. ഓളെനിക്ക് രഹസ്യമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ നടന്നില്ല. അതെന്ത്? അപ്പോഴല്ല നിന്റെ അച്ഛൻ ഒളിച്ചോടി പോയത്. എന്തൊക്കെ പുകലായിരുന്നു നാട്ടിലും വീട്ടിലും. എനിക്ക് മനസ്സിലാകത്ത് ഇവർക്കെന്ത് ഇത്ര ദേഷ്യം ഒരു ഹിന്ദു മുസ്ലിം കല്യാണത്തോട്. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കല്യാണം ഇപ്പോഴും നടക്കില്ല. അതുകൊണ്ടാണോ നടക്കാഞ്ഞ്? അതൊരു കാരണം. വേറെയും കാരണമുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിത്തേനെ കുറിച്ച് കുറേ ആലോചിച്ചു. പറഞ്ഞത് കുറച്ചുകൂടി പോയി. നീ ക്ഷമിക്ക്. ഞാനും കുറച്ച് ഓവറായിരുന്നല്ലോ. സോറി. സത്യത്തിൽ ആ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഏട്ടൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാവേശത്തിന് കുറച്ച് ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, കാര്യങ്ങളൊക്കെ വേറെ മാതിരി ആയിരുന്നെങ്കിലും. ഇനി ആവാലോ. പക്ഷെ ഉള്ളിലുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്ന. റിട്ടേൺ ടിക്കറ്റ് എന്നത്തേക്കാ? 24 ക്യാൻസൽ ചെയ്യാം. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോവാം. നിങ്ങൾ രണ്ടാളും വളരെ ക്ലോസ് ആയല്ലേ? എങ്ങോട്ടാ പോയത് വൈകുന്നേരം? കടവത്ത് പോയതാ വെടിക്കെട്ട് കാണാൻ. നല്ല രസമായിരുന്നു. ശരിയാ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. നിന്റെ ഒരു തെലുങ്ക് ചേക്കനുണ്ടായിരുന്നില്ലേ, അവനവിടെ? മനു. ആ, മനു. അതങ്ങനെ പതുക്കെ പോയി. കുറച്ചായി ഇപ്പോൾ. എന്തുപറ്റി? എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആണ്. ബന്ധങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും കോംപ്ലിക്കേറ്റഡാ. അടുക്കേണ്ടവരായിട്ട് അകലും, അകലേണ്ടവരായിട്ട് അടുക്കും. എഫെമറൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. റിലേഷൻഷിപ്സ് ആർ എഫെമറൽ. പെട്ടെന്നില്ലാണ്ടാവും. ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകളുള്ളത് നല്ലതാണ്. ബൗണ്ടറീസ്. കുറച്ച് ആളുകൾ നിൽക്കും. തിരക്കില്ല? എന്ത് പറ്റി? ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താലോചിക്കായിരുന്നു ഭാസ്കർ? കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നാലോ? എന്നിട്ടെന്തിനാ? പറമ്പിൽ കൃഷി ഇറക്കാനാ? ബി സീരിയസ് ഭാസ്കർ. ഇവരുടെയൊക്കെ ഒപ്പം കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്താലോ എന്നൊരു തോന്നൽ. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലൈഫോ? 26-ന് മോഡ്യൂൾ ലോഞ്ചാണ്. അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല.
ഒരു കാര്യം ചെയ്യും, പറഞ്ഞ പോലെ നീ മോളും 24th തന്നെ പൊക്കോ. ഞാനും നീങ്കിലും പിന്നെ വരാം. പിന്നെ വരാന്ന് വെച്ചാ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട്. 3 weeks. യു കിഡിങ്? അതുവരെ നീ മാനേജ് ചെയ്യില്ലേ? അപ്പോൾ ഭാസ്കറിന് സാലറി ഹൈക്കും പ്രൊമോഷനൊന്നും വേണ്ടേ? അവിടെ നിന്ന് ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഡിസിഷൻ എടുത്തു എന്നാണ് പറഞ്ഞത്. ഈ ഒരവസ്ഥയിൽ കുറച്ച് ദിവസം ഞാൻ മാറി നിൽക്കുന്നതല്ലേ നല്ലത്. എനിക്കറിയില്ല ഭാസ്കർ. പണ്ട് ഇവിടെ ആയിട്ടൊരു വലിയ റെയിൽവേ ഗേറ്റായിരുന്നു. പ്ലാറ്റ്ഫോമൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഫ്ലൈ ഓവറൊക്കെ ആയിട്ട്. ഇല്ലേത്താ രാജി പറഞ്ഞീന് നിങ്ങൾ വന്നിക്കീന്ന്. ആ എന്തല്ല? ആ അങ്ങനെ പോണു. ആടെ എന്തല്ല? ആ സുഖന്നെ. രമേഷ് മോളൊക്കെ എന്ത് പറയുന്നു? ഓലക്കാടെ സുഖമായിട്ടിരിക്കുന്നു. ആ അതിനുശേഷം 2 ആളും കൂടി ഉണ്ടായി. ആഹാ. ഒരു മോളും ഒരു മോനും. ഓ ഇത് മോന? അതെ. നിഖിൽ, ഇനിയൊരു ചെറുതുകൂടെ ഉണ്ട് മോളെ വീട്ടില്. ഹലോ, ശരി എന്നാ ശരി. ഞാൻ പോട്ടെ. ആ. അച്ഛാ ആ. ഷാവു, ആരാ അത്? ലത. പേര് ഞാൻ കേട്ടു. വിഷ് ചെയ്തോ? നീ ഒന്ന് ഡെസ്ക് പഠിച്ച് വീട്ടിലിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്രഷിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ. ഒരാൾ. ഓ അച്ഛാ. സോ സോ വാട്ട്? ഓർമ്മകൾ അയവിറക്കുകയാണോ? നീ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും ഒരു കാര്യമില്ല. അന്നതൊരു വലിയ ജീവിത പ്രശ്നമായിരുന്നു. ഓളെ കല്യാണം കഴിച്ച് പോയപ്പോൾ ഞാൻ കുറേ ഇരുന്ന് കാര്യം. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, അത് ഓർച്ചിട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂടാ. അല്ലാത്ത പക്ഷെ അച്ഛൻ്റെ ഒരു ഫസ്റ്റ് ക്രഷ് ആയിരുന്നില്ലേ? ഇഫ് യു ടു വർ ഇൻ ലവ്, ഇപ്പൊ കാണുമ്പോ ഫീൽ ചെയ്യില്ലേ? കൽപ്പാജി കേളപ്പാജി കേളപ്പാജി. എടാ മഞ്ഞപ്പൊടി ഉണ്ടടാ. ഇവിടെ എല്ലാവർക്കും ഉള്ളതുള്ളൂടാ. ആ അതായാലും മതി. എത്ര വേട്ടാ? 28. ശരി. ആ അച്ഛനും മോനും എവിടെയാ കേട്ടാ? ഇവനെ ഈ നാടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. പിന്നെ ഷോപ്പും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ 1-2 തവണ വന്നിട്ടുള്ളതല്ലേ? ആ അതപ്പോ ആതിരയുടെ കൂടെ. ഓ ആ മോനെ ഭാസ്കര, നീ അറിയോ മോനെ? വളപ്പിലെ ദേവി ചേച്ചി. ആ ആ. ഇപ്പൊ മനസ്സിലായില്ലേ? എന്തല്ല? ആ കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി ചേച്ചിയൊക്കെ വരാറുണ്ടോ? ആ എല്ലാരും വരാം. ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ കുഴപ്പമില്ല. മോനങ്ങനെ ആ, സുഖല്ലേ? സുഖം, സുഖം. മോളെ നീ അപ്ലൈ ചെയ്തോ എന്തിന്? PSCക്ക്? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ലേ മോളെ ഞാൻ പറയണത്. നീ ഒന്ന് അപ്ലൈ ചെയ്യേ, എക്സാം എഴുതുക. നിന്നെ ആരും നിർബന്ധിച്ച് ജോലിക്കൊന്നും പറഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. നമുക്കതൊരു ഓപ്ഷനായിട്ട് വെക്കാലോ. പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ മോളെ. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം? എനിക്ക് പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ്? എനിക്ക് കുറച്ച് സമയവും സൂര്യവും എന്താ എന്നിട്ട് ഞാൻ പറയാം. ഞാൻ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫീസിൽ പണിയെടുക്കാനില്ല. ഈ അരഗൻസ് ആണ് നിൻ്റെ പ്രശ്നം. നിനക്കിപ്പോൾ കിട്ടിയുള്ള ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നാണ്. ഫിനാൻഷ്യൽ സ്ട്രെസ് എന്താണെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? മനുഷ്യർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചാൾ കയ്യിൽ പൈസ ഇല്ലാന്ന് ആക്ട് ചെയ്യണോ? അല്ല ഈ പറഞ്ഞ അമ്മ കണ്ടിട്ടുണ്ടോ പട്ടിണി പരിവട്ടമൊക്കെ? എൻ്റെ റിസർച്ചിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് പഠിക്കുന്നതും കാണുന്നതും. അമ്മയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ. കണ്ടോ അവളുടെ അരഗൻസ്? കണ്ടോ
എപ്പോഴെങ്കിലും അമ്മ പറയണതൊന്ന് ചിന്തിച്ചാലോചിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? അതിന് ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് വീട്ടിൽ തരുന്നില്ലല്ലോ. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ ഭാവം? എല്ലാ കാലത്തും അച്ഛൻ്റെ അമ്മേനെ തണല് ജീവിക്കാന്നാണോ? നിന്റെ അച്ഛനെ 2 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യും, അറിയാം നിനക്ക്? എൻ്റെ അമ്മേ, ഞാൻ ആരുടെ തണലിലൊന്നും ജീവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്താ വേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അത് ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീർക്കാൻ നോക്ക്. ചെയ്തിട്ട കാര്യം തരാമോ? തുറന്നിരിക്കുവല്ലേ? May I come in? നോ. ഇത് ഇൻവിറ്റേഷനൊക്കെ അയക്കണോ? കേറി വാ. എന്തിനത്ര ഫോമലാവുന്നേ? Are you alright? ഞാൻ ഭാസ്കരനോട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? എത്ര കാലമായി ഈ വഴക്കും വിദ്വേഷമൊക്കെ? മതി. ഓ, പ്രോപ്പർട്ടിയോ? പ്രോപ്പർട്ടീൻ്റെ എന്താ? അല്ല, ഷെയർ അവന് കൊടുക്കുമോ? അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നിനക്കെന്തോന്നും? ഓ, നിങ്ങളെ വീട്ടുകാരിയല്ലേ, ഞാനെന്ത് പറയാനാ? പിന്നെ ഇവിടെ നിൽക്കാൻ പറയുന്നത് പോലെയല്ല പ്രോപ്പർട്ടി കൊടുക്കണത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ. 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അവളെല്ലാം കഴിച്ചോ? ആ, എനിക്കറിയാം. നീ എന്തിനാ എപ്പോഴും അവളായിട്ട് വഴക്കുണ്ടാക്കുന്നേ? ഞാനാണോ അവളെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്? ഞാനല്ല, അമ്മയാണ് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. എന്താ അത്? അമ്മയല്ലേ? അതെ, അതിടയ്ക്കൊക്കെ അവർ ഓർക്കണം. ഇത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയുന്നത് ശരി, ബാക്കി ആരെന്ത് പറഞ്ഞാലും തെറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ എന്നെ ഈഗോയിസ്റ്റിക് എന്ന് വിളിക്കും. അവൾക്കാണ് ശരിക്കും ഈഗോ ഉള്ളത്. വിടിജേ, കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കരുതി സമാധാനമായി. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. എൻ്റെ വിശ്വേട്ടാ, ഇന്ന് കാണണമായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. അവൾ എന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്. ദേഷ്യം വരുമ്പോൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ സ്വീറ്റ് ടോക്ക് നടത്തി എന്നെ ഹാപ്പി ആക്കാനൊന്നും നോക്കണ്ട. സ്വീറ്റാക്കല്ല, സീരിയസ്. ക്യൂട്ടല്ല, ബ്യൂട്ടിഫുൾ. കാണാൻ എന്ത് ഭംഗിയാണോ. ഒരു പ്രാവശ്യം അവളടുത്ത് സോറി പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മോളല്ലേ. ഞാനിതിന് സോറി പറയണം? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളല്ലേ എന്നോട് സോറി പറയേണ്ടത്? എൻ്റെ ശരിയാവില്ല ഈ 2 എണ്ണത്തെയും കൊണ്ട്. ശരി, ഞാൻ അവളോട് സംസാരിച്ച് താഴോട്ട് കൊണ്ടുവരാം. ദയവേ ഇത് പുതിയ വിഷയം ഉണ്ടാക്കല്ലേ. അത് അവളോട് പറ. ഞാൻ പറയാം, നീ ഒന്ന് കാമാട്ടിരിക്കുക.